നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പേരാവൂർ മണ്ഡലം അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് പേരാവൂർ മണ്ഡലം. കെ ശൈലജ ടീച്ചറാണ് LDF സ്ഥാനാർത്ഥി. ഒപ്പം തന്നെ പുറത്ത് നിൽക്കുന്നത് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫാണ്. കോൺഗ്രസ് ഇത്തവണ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ സണ്ണി ജോസഫിനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചെങ്കിലും സ്ഥാനാർത്ഥിക്ക് അവിടെ എത്താനായിട്ടും പ്രചാരണം തുടങ്ങാനായിട്ടും സമയം ലഭിച്ചിരുന്നില്ല. കോൺഗ്രസിനുള്ളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന പല പ്രശ്നങ്ങളാണ് അതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്. പക്ഷേ അല്പം വൈകിയെങ്കിലും എതിരാളികൾക്കൊപ്പത്തിനൊപ്പം എത്തി സണ്ണി ജോസഫിൻ്റെ റോഡ് ഷോ. UDF പേരാവൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയായി 2 ദിവസം മുമ്പ് പ്രഖ്യാപനം വന്നിട്ടും KPCC പ്രസിഡന്റ് എന്ന നിലയിലുള്ള തിരക്ക് കാരണം മണ്ഡലത്തിലെത്താൻ പറ്റാത്ത സണ്ണി ജോസഫിനെ മണ്ഡലം കരുതി വെച്ചത് വലിയ സ്വീകരണമായിരുന്നു. വ്യാഴാഴ്ച ഡൽഹിയിൽ നിന്ന് ബംഗളൂരു വഴിയാണ് മട്ടന്നൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. പയ്യഞ്ചേരി മുക്കിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോയിൽ മലയോര മേഖലയിൽ നിന്നെത്തിയ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. ഇരിട്ടി നഗരം ചുറ്റി ഇരിട്ടി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. റോഡ് ഷോ പാതി പിന്നിട്ടപ്പോൾ KPCC വൈസ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP-യും സണ്ണിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കാളികളായി. വഴിയരികിൽ നിന്ന വോട്ടർമാരെയും പ്രവർത്തകരെയും കൈവീശി കാണിച്ച് ഇരു നേതാക്കളും നഗരത്തിൽ വലിയ ഓളം തീർത്തു. പ്രവർത്തകരുടെ ആവേശം കാണുമ്പോൾ പേരാവൂരിൽ സണ്ണിയുടെ ഭൂരിപക്ഷം 5 അക്കം കടക്കും. അതിനുള്ള പ്രവർത്തനമായിരിക്കണം ഇനിയുള്ള നാളുകളിൽ നടത്തേണ്ടതെന്നാണ് റോഡ് ഷോയ്ക്ക് ശേഷം നടന്ന UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഷാഫി പറമ്പിൽ പറഞ്ഞത്. വടകരയിൽ ഉണ്ടാക്കിയ പോലുള്ള പ്രശ്നം ഇവിടെയും ആവർത്തിക്കാതിരുന്നാൽ എല്ലാവർക്കും നല്ലത്. ആരെയും വ്യക്തിപരമായി പരാമർശിക്കുകയല്ല. എന്താണ് വടകരയിൽ ഉണ്ടായതെന്ന്, ആരാണ് ഉണ്ടാക്കിയതെന്നും ജനങ്ങൾക്ക് നന്നായി അറിയാമായിരുന്നു എന്നതിൻ്റെ റിസൾട്ടാണ് പിന്നീട് ഉണ്ടായതെന്നും കാഫർ പ്രയോഗത്തെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ പറഞ്ഞു. അതായത് ഷാഫി പറമ്പിൽ വടകരയിൽ ശൈലജ ടീച്ചർക്ക് എതിരാളിയായി മത്സരിക്കാൻ പോയപ്പോൾ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ KK ശൈലജ ടീച്ചർ തന്നെയാണ് മത്സരിക്കുന്നത് എന്നുള്ളതിനാൽ ഷാഫി പറമ്പിൽ ആ വിഷയം പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശനം ഉന്നയിച്ചു. ആര് മത്സരിക്കുന്നു എന്നതല്ല പ്രശ്നമെന്നും ഇവിടെ ജനങ്ങളും ജനങ്ങൾക്കുമെതിരായ സർക്കാരും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഇതിന് മറ്റൊരു ഘടകത്തിനും പ്രസക്തിയില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പേരാവൂരിലെ ജനമനസ്സുകൾ ഇതിനോടകം തന്നെ സണ്ണി ജോസഫിനെ ജയിപ്പിച്ചു കഴിഞ്ഞുവെന്നും ഷാഫി വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പും ആവർത്തിക്കുമെന്നും ജനങ്ങൾ ജയിച്ച് UDF കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നും ഷാഫി ചൂണ്ടിക്കാട്ടി. പേരാവൂർ എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കുക, KPCC പ്രസിഡന്റിനെ തറ പറ്റിക്കുക. കണ്ണൂരിലെ UDF ശക്തി കേന്ദ്രത്തിൽ KK ശൈലജയെ തന്നെ CPM കളത്തിലിറക്കിയതിന് പിന്നിൽ ലക്ഷ്യം ഒന്ന് മാത്രം: മണ്ഡലം പിടിച്ച് അഭിമാന പോരാട്ടത്തിൽ വിജയിച്ച് കയറുക. കണ്ണൂർ എന്ന CPMന്റെ ചെങ്കോട്ടയിലെ UDF മണ്ഡലത്തിൽ CPMന്റെ കരുത്തുറ്റ മുഖങ്ങളിലൊന്നായ ശൈലജയെ തന്നെ നിയോഗിക്കാൻ പാർട്ടി തീരുമാനിച്ചതും ആ കാരണം കൊണ്ടാണ്. ഇടതു തരംഗം ആഞ്ഞു വീശി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇളകാതെ UDFന് കൈകൊടുത്ത മണ്ഡലത്തിൽ ശൈലജ വിജയിച്ച് കയറുമോ എന്ന കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. 2006 കോൺഗ്രസിനെ അട്ടിമറിച്ച് പേരാവൂർ പിടിച്ചടക്കിയ ശൈലജ ഇക്കുറി വിജയിക്കുമെന്ന് കണക്കുകൂട്ടിയാണ് CPM ആ തീരുമാനത്തിലെത്തിയത്. എതിരാളിയാകട്ടെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. അതോടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ തന്നെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലമായി പേരാവൂർ മാറി. മട്ടന്നൂരിൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. മട്ടന്നൂരിൽ നിന്ന് ശൈലജ പേരാവൂർ അംഗത്തിന് വരുമ്പോൾ എന്തെങ്കിലും തരത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് LDF കേന്ദ്രങ്ങളിൽ ഉയർന്ന ശക്തമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം. 1.5 പതിറ്റാണ്ടിനിപ്പുറം സണ്ണി ജോസഫും ശൈലജയും വീണ്ടും നേർക്കുനേർ വരുമ്പോൾ കടുത്ത പോരാട്ടം നടക്കുമെന്ന് ഉറപ്പാണ്. 2021 മട്ടന്നൂരിൽ മത്സരിച്ച് കേരള രാഷ്ട്രീയത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയ ശൈലജയ്ക്ക് പാർട്ടിക്കപ്പുറമുള്ള വോട്ടുകൾ സമാഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പേരാവൂരിലേക്ക് നിയോഗിക്കുന്നത്. 1ാം പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായുള്ള പ്രകടനത്തിലൂടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും ശൈലജ ചർച്ചയിലേക്ക് വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായൊരു നീക്കം CPM ശൈലജയിലൂടെ നടത്തിയെങ്കിലും തിരിച്ചടിയായിരുന്നു ഫലം. വടകര ലോക്സഭാ സീറ്റ് തിരിച്ചുപിടിക്കുക എന്ന ദൗത്യത്തിലിറങ്ങിയ ശൈലജയ്ക്ക് പക്ഷേ ഷാഫി പറമ്പിലിന് മുന്നിൽ അടിതെറ്റി. എന്നാൽ വടകരയിലെ സ്ഥിതിയായിരിക്കില്ല പേരാവൂരിലെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിശ്വാസം.
2021 പേരാവൂരിൽ കിതച്ച് ജയിച്ച സണ്ണി ജോസഫ് ഇത്തവണ ശൈലജയ്ക്ക് മുന്നിൽ വീഴുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. ഉറച്ച പാർട്ടി വോട്ടുകൾക്കൊപ്പം ശൈലജയുടെ ജനപ്രീതിയും കൂടി വോട്ടാകുമ്പോൾ സീറ്റ് തിരിച്ചു പിടിക്കാമെന്ന് പാർട്ടി കരുതുന്നു. പേരാവൂരിനെ ഒരു തവണ ഞെട്ടിച്ചതിന് ചരിത്രം കൂടി ശൈലജയ്ക്കുണ്ട്. 2006 പേരാവൂരിൽ മത്സരിച്ച് കെ ശൈലജ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA ആയിരുന്ന AD മുസ്തഫയെ 9099 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. മണ്ഡലം രൂപീകൃതമായ ശേഷം ഇടതുപക്ഷം നേടിയ ഏറ്റവും വലിയ വിജയമായിരുന്നു അത്. ഇത്തവണ അത് ആവർത്തിക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ ആ സാഹചര്യമല്ല ഇപ്പോഴെന്നാണ് സംസ്ഥാനത്തുള്ള ഇടതുവിരുദ്ധ തരംഗം പേരാവൂരിലും ആഞ്ഞടിക്കുമെന്നാണ് UDF അവകാശപ്പെടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലവും സമീപകാലത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും ഇതിന് തെളിവാണെന്നും UDF ചൂണ്ടിക്കാട്ടുന്നു. ശൈലജയുടെ വരവോടെ സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നായി പേരാവൂർ മാറുകയാണ്. ഇരിട്ടി നഗരസഭയും ആറന്മുള, അയ്യൻകുന്ന്, കണിച്ചാർ, കേളകം, കൊട്ടിയൂർ, മുഴക്കുന്ന്, പായം, പേരാവൂർ പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പേരാവൂർ മണ്ഡലം. കഴിഞ്ഞ തവണ ഇതിൽ 2 പഞ്ചായത്തിൽ മാത്രമായിരുന്നു UDF ഭരണമെങ്കിൽ ഇപ്പോഴത് 5 പഞ്ചായത്തിലേക്ക് UDF കരുത്ത് കാട്ടി. എല്ലായ്പ്പോഴും UDFനോട് ചായ്വ് കാണിക്കുന്ന പേരാവൂർ ശൈലജയ്ക്ക് വോട്ട് നൽകി LDFനെയും ഉൾക്കൊള്ളുമെന്ന് ഒരു തവണ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അന്നത്തെ മണ്ഡലമല്ല ഇപ്പോഴത്തെ പേരാവൂർ. 2009 മണ്ഡലത്തിൻ്റെ ഭാഗങ്ങളിൽ മാറ്റം വന്നു. ശൈലജ തന്നെ വീണ്ടും എത്തുമ്പോൾ പേരാവൂർ കൈയും നീട്ടി സ്വീകരിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. 2006 AD മുസ്തഫയെ തോൽപ്പിച്ച് UDFൽ നിന്ന് മണ്ഡലം പിടിച്ചെടുത്ത ശൈലജ 2011 വീണ്ടും മത്സരിച്ചെങ്കിലും സണ്ണി ജോസഫിനോട് 3440 വോട്ടിനാണ് തോറ്റത്. പിന്നീട് അങ്ങോട്ട് സണ്ണി ജോസഫ് പേരാവൂരിൽ ഇരിപ്പുറപ്പിച്ചു. നിയമസഭയിലേക്ക് 5 തവണ മത്സരിച്ച ശൈലജ സണ്ണി ജോസഫിനോട് മാത്രമാണ് തോറ്റത്. 4 ജയങ്ങളോടെ 20 വർഷം MLA ആയിരുന്നു. 1996 2016 കൂത്തുപറമ്പിലും 2006 പേരാവൂരിലും 2021 മട്ടന്നൂരിലും MLA ആയി. 60,963 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ശൈലജ കഴിഞ്ഞ തവണ മട്ടന്നൂർ മണ്ഡലത്തിൽ ജയിച്ചത്. ഇക്കുറി ജനവിധി എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം.